ദുബായിലെ ഏറ്റവും പ്രധാനപ്പെട്ട റോഡ് ഏതാണ്? ഒരു സംശയം വേണ്ട, ഷെയ്ഖ് സായിദ് റോഡ്. അതെന്താ അതിന്റെ കാരണം? നമ്മളിപ്പോൾ നോക്കുകയാണെങ്കിൽ എല്ലാ മേജർ ഡെവലപ്മെൻറ്റ്സും അല്ലെങ്കിൽ റിയൽ എസ്റ്റേറ്റ് സക്സസ് സ്റ്റോറീസും വന്നിട്ടുള്ളത് ഒന്നെങ്കിൽ ഷെയ്ഖ് സായിദ് റോഡ് അല്ലെങ്കിൽ ഇതിന് തൊട്ടടുത്തായിട്ടുള്ള സ്ഥലങ്ങളിലാണ്. അതെങ്ങനെയാണ് ഷംസു? കഴിഞ്ഞ 5 വർഷത്തിനിടെ 1800 ദിർഹംസ് ആണ് പെർ സ്ക്വയർ ഫീറ്റ് പ്രൈസ് ഉണ്ടായിരുന്നത്. അത് 2800 ദിർഹംസ് ആയിട്ടാണ് ഉയർന്നത്. ഇത് വെറും ഡൗൺ ടൗണിലും ബിസിനസ് ബേയിലും മാത്രമാണ്. ദുബായ് മറീനയിലാവട്ടെ 1400 പെർ സ്ക്വയർ ഫീറ്റ് പ്രൈസ് ആണ് ഉണ്ടായിരുന്നത്. ഇപ്പോൾ അത് 2600 ആണ്. ഇനി നമുക്ക് ഡൗൺ ടൗൺ ജബലലിയെ കുറിച്ച് പറയാം. ഇതിപ്പോൾ തുടക്കത്തിലാണ്. കഴിഞ്ഞ വർഷം മാത്രം സെയില് നടന്നത് ഏകദേശം 398% കൂടുതലാണ്. അതായത് 2023 153 മില്യൺ മാത്രമാണ് പ്രോപ്പർട്ടി സെയിൽ നടന്നത്. പക്ഷെ 2024 762 മില്യൺ ആണ് പ്രോപ്പർട്ടി സെയിൽ നടന്നത്. അതായത് 398% കൂടുതൽ. ഇതെന്തുകൊണ്ടാണ്? ആ സ്ഥലത്തെക്കുറിച്ചുള്ള പൊട്ടൻഷ്യൽ അറിയാവുന്നത് കൊണ്ടാണ് എല്ലാവരും ഇവിടെ പോയി ഇൻവെസ്റ്റ് ചെയ്യുന്നത്. ഡയറക്റ്റ് ഷെയ്ഖ് സായിദ് റോഡിലേക്കുള്ള ആക്സസ് ആണ്. മാത്രമല്ല ജബലലി പോർട്ട് എക്സ്പാൻഷനും കൂടി വരുന്നുണ്ട്. ഇത് മാത്രമല്ല ലോകത്തിൽ തന്നെ ഏറ്റവും വലിയ ഇന്റർനാഷണൽ എയർപോർട്ടായ അൽ മക്തൂം ഇന്റർനാഷണൽ എയർപോർട്ട് ഇതിന് തൊട്ടടുത്തായിട്ടാണ് വരുന്നത്. അവിടെ ഇപ്പം എത്രയാണ് ആവറേജ് പ്രൈസ്? 1202 ആണ്. 1202 എന്ന് പറഞ്ഞാൽ 30-40% മാർക്കറ്റ് പ്രൈസിനെല്ലാം കുറവല്ലേ? എക്സാക്ട്ലി. ഇപ്പോഴത്തെ റെഡി പ്രോപ്പർട്ടിയുടെ പകുതി മാത്രമേ ഇത് വരുന്നുള്ളൂ. അതും ഒരു ആനുവൽ അപ്രിസിയേഷൻ 25% കൂട്ടിയാൽ ഏകദേശം 5 ലക്ഷം ദിർഹംസ് വരെയാണ് നമുക്ക് 5 കൊല്ലം കൊണ്ട് റിട്ടേൺസ് കിട്ടാൻ പോകുന്നത്. 2 വർഷം പോസ്റ്റ് ഹാൻഡ് ഓവർ പേയ്മെന്റ് പ്ലാനോട് കൂടി. ഇതുപോലൊരു ക്യാപിറ്റൽ അപ്രിസിയേഷൻ കിട്ടുന്ന വേറെ ഏതെങ്കിലും രാജ്യങ്ങളുണ്ടോ?